പ്രിയമുള്ള ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ കയ്യിലൊന്നുമില്ലെങ്കിലും പ്രവാസ ലോകത്തു നിന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. കാരണം ഡെയിലി 1-2 മരണങ്ങളെ നമ്മൾ പ്രവാസ ലോകത്ത് നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ചില മരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ മനസ്സ് വേദനിക്കുകയാണ്. ഞാൻ ഇന്നലെ ജിദ്ദയിൽ ഒരു മരണം ഉണ്ടായി മിഞ്ഞാന്ന്. നാട്ടിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റിൻ്റെ റേറ്റ് കൂടിയ കാരണത്താൽ കുറച്ച് കഴിഞ്ഞ് ടിക്കറ്റ് എടുത്ത് പോവുക എന്ന് വിചാരിച്ചൊരു വ്യക്തി മരണപ്പെട്ടു. ജീസാനിൽ നമ്മുടെ ഒരു കണ്ണൂർ ജില്ലാ സ്വദേശി നാട്ടിൽ നിന്നും ലീവ് കഴിഞ്ഞ് വന്നിട്ട് 12 ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ മരണപ്പെട്ടു. മരണം എവിടെയും നമ്മൾ കാത്തിരിക്കും, ഒരു നാൾ മരിക്കും. പക്ഷേ ചില മരണങ്ങളെ നമ്മളെല്ലാവരും മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. കാരണം പ്രത്യേകിച്ച് ഭാര്യനോടും മക്കളോടൊക്കെ പറയാനുള്ളത് എന്താണെന്നറിയാം, രാവിലെ പകലില്ലാതെ നിങ്ങൾക്കൊക്കെ വേണ്ടി ഒറ്റപ്പെട്ട് നിൽക്കുന്നവരാണ് പ്രവാസികൾ കേട്ടോ. ചില സമയത്ത് ഒരു ഗ്ലാസ് വേദന എടുക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വരെ കൊണ്ടുവന്ന് തരാൻ ചിലപ്പോൾ റൂമിൽ ആരും ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ നിങ്ങളോടൊക്കെ പറയുന്നത് പ്രാർത്ഥനയാണ് കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം മരിക്കുന്നതിനെക്കുറിച്ച് പേടിച്ചിട്ടല്ല കേട്ടോ. മരണം എന്തായാലും ഒരു നാളുണ്ടാവും. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മയ്യത്ത് നാട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് പണിയുണ്ട്. അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയറാക്കി ചിലപ്പോൾ 7 ദിവസം 8 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ഇവിടെ ഫ്രീസറിൽ വെച്ച് എന്നിട്ടൊക്കെ മരുന്നൊക്കെ അടിച്ചു വെച്ചിട്ടാണ് ആ മയ്യത്ത് നാട്ടിൽ കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചാൽ കൊണ്ടുപോകാനുള്ളതല്ലേ. അതിൻ്റെ പേപ്പറൊക്കെ ക്ലിയർ ആയാൽ ചിലപ്പോൾ പ്രവാസികളൊക്കെ ചിലപ്പം വിസ ഡേറ്റ് കഴിഞ്ഞവരായിരിക്കും, ചിലപ്പോൾ വിസ പുതുക്കിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ വിസക്ക് ചിലപ്പോൾ സ്പോൺസർ ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ഇതിൽ മനസ്സിലാക്കാനുള്ള എന്താണെന്നറിയാം, പാസ്പോർട്ട്, നമ്മുടെ വിസ, ഇതൊക്കെ എപ്പോൾ ക്ലിയർ ആയിരിക്കണം. എന്താണെന്നറിയാം, നമ്മൾ നാളെ ഡേറ്റ് കഴിഞ്ഞ് പ്രശ്നമില്ല പിന്നെ പുതുക്കുക എന്ന് ചിന്തിക്കരുത്. ഇവിടെ നിന്നല്ല, നമ്മളിപ്പോൾ നാട്ടിൽ തന്നെ എന്തെങ്കിലും ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു പെട്ടെന്ന് പോകണമെങ്കിൽ നമ്മളെ പാസ്പോർട്ടും നമ്മളെ വിസ ഒക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് റീഎൻട്രി അടിച്ചൊക്കെ പോകാൻ പറ്റും. ഞാൻ ആലോചിച്ചു പോകുന്നു എന്താണെന്നറിയാം, നമ്മൾ ഈ പ്രവാസ ലോകത്ത് മരിച്ചിട്ട് മറവ് ചെയ്യുന്നത് ചിലപ്പോൾ നല്ല സ്ഥലങ്ങളിൽ തന്നെ ആയിരിക്കും. സൗദി അറേബ്യയിൽ, ചിലപ്പോൾ മക്കയിൽ, അല്ലെങ്കിൽ മദീനയിൽ, ഇല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായിരിക്കും. പക്ഷെ എന്നാലും നമ്മളെ മയ്യത്ത് നമ്മളെ നാട്ടിലാണെങ്കിൽ, നമ്മളെ നാട്ടിൽ മഹലിലെ പള്ളിക്കാട്ടിലാണെങ്കിൽ നമ്മളെ മക്കൾക്കെങ്കിലും ബാപ്പാക്ക് വന്നിട്ടൊരു സലാം പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ പറയും, ബാപ്പ മരിച്ചാലും നമ്മളിപ്പോൾ ഇവിടെ മറവ് ചെയ്താലും ബാപ്പാൻ്റെ പേരിൽ യാസീനോ അതോ ദുആ ചെയ്യാന്നൊക്കെ പറയും. അതൊക്കെ എവിടെ നിന്നും നമുക്ക് ചെയ്യാം അല്ലേ. പക്ഷെ ഒന്ന് ബാപ്പാനെ കണ്ട് സലാം പറയണമെങ്കിൽ അല്ലേ. അപ്പം എല്ലാവരും ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഒരുപാട് മരണം ഡെയിലി കേൾക്കുന്നുണ്ട്. അവൻ്റെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നല്ല നിലയിൽ നമ്മളെങ്ങനെയാണോ പ്രവാസ ലോകത്തേക്ക് വന്നേ അതേപോലെ തിരിച്ച് നാട്ടിൽ ഫാമിലിയുടെ കൂടെ അവിടെ എത്താൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഒരു സങ്കടം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ആർക്കും അങ്ങനത്തെ ഒരു ഗതി വരാതിരിക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരോടും സ്നേഹം മാത്രം.